ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നുമല്ല, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഉദ്യോഗാർത്ഥികളുടെ കുറച്ച് ഡൗട്ടിന് ക്ലാരിഫിക്കേഷൻ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമേ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടേറിയറ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ദിവസമാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12/4/2023 ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് എന്ന കാര്യം ഓർത്തിച്ചേക്കുക. അപ്പൊ ഏകദേശം ഒരു വർഷവും 5 മാസവുമാണ് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ആയിട്ടുള്ളത്. 12/4/2023. ഇപ്പൊ നമ്മൾക്ക് വീഡിയോ ചെയ്തിരിക്കുന്ന ഡേറ്റ് 4/9/2024. അപ്പൊ നിങ്ങൾ ഒന്ന് ഊഹിച്ച് നോക്കിച്ചാൽ മതി ഏകദേശം എത്ര നാളായിട്ടുണ്ട്. അപ്പൊ ഒരു വർഷവും 5 മാസവുമാണ് ഏകദേശം കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കാലാവധി ഇനി എത്രയും ഉണ്ട്, ഏകദേശം അത്രയും ടൈമോടാണ്. ഇത്ര സമയത്തിനുള്ളിൽ എത്ര വേക്കൻസി ആണ് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ എത്ര അപ്പോയിന്റ്മെന്റ്സ് നടന്നിരിക്കുന്നു, അതുപോലെ തന്നെ എത്ര പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, എത്ര ആയിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്, എത്ര ആയിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ്, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്തോടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എക്സാം ഹെൽഡ് ചെയ്തിരിക്കുന്നത് 21/12/2022. അതായത് വിത്തിൻ 4 മന്ത്സ് തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് OMR എക്സാം എഴുതിയത് മെയിൻസിന്റെ പരീക്ഷ 21/12 നടന്നു. അതിന്റെ ലിസ്റ്റ് വന്നത് 12/4/2023. ക്ലിയർ? ഇനിയും ആ മെയിൻ ലിസ്റ്റിനകത്ത് എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 961 പേരാണ് ഓപ്പൺ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് എല്ലാ കാറ്റഗറീസും വരും, OBC എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ടോട്ടൽ 961 ആണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ നമ്പർ ഇൻക്ലൂഡഡ് ഇൻ മെയിൻസ് റാങ്ക് ലിസ്റ്റിനകത്ത് 961 ആണ് വന്നിരിക്കുന്നത്. ഇനി ജസ്റ്റ് നമ്മൾക്ക് അതിന്റെ കട്ട് ഓഫ് ഒന്ന് നോക്കാം. അതായത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 47.56 ആണ്. ആ ഒരു ടൈമിൽ അത് ഭയങ്കര ഒരു കട്ട് ഓഫ് ആയിരുന്നു. ആ ഒരു ടൈമിൽ ആദ്യമായിട്ടും രണ്ടാമതൊക്കെ ആകുമ്പോൾ നല്ല ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ കട്ട് ഓഫ് അത്രയും ആയപ്പോൾ പല ഉദ്യോഗാർത്ഥികളെയും സംബന്ധിച്ചിട്ട് അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് പോവാൻ പറ്റിയിട്ടില്ല. അപ്പൊ 47.56 കട്ട് ഓഫ് വെച്ചു. ഇനി അതിനുശേഷം നമ്മൾക്ക് മെയിൻസിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്ത് 43.67. ഷോർട്ട് ലിസ്റ്റ് വന്നത് February 22, 2023 ഷോർട്ട് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റ് എല്ലാം ശരിയാക്കി, അതായത് അവരുടെ വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് ഇട്ടത് എപ്പോഴാണ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിത്ത് എഫക്ട് ഫ്രം ഏപ്രിൽ മാസത്തിലെ പറഞ്ഞിട്ടില്ലേ, അതാണ് റാങ്ക് ലിസ്റ്റ് വന്ന മെയിൻ ആയിട്ടുള്ളത്. അതായത് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ഇവരെന്ത് ചെയ്യും, ഷോർട്ട് ആയിട്ടൊന്ന് ഇടും ആ റാങ്ക് ലിസ്റ്റ് തന്നെ. അപ്പൊ അതിന് എത്ര ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്, അതായത് മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് 43.67 ആയിരുന്നു. 43 പോയിന്റ്. ഇത് മെയിൻസ് പരീക്ഷയുടേതാണ്. സെക്രട്ടേറിയറ്റ് പരീക്ഷ അതായത് 47 സംതിങ് മാർക്ക് വാങ്ങിച്ചെങ്കിലാണ് നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ സാധിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം അതായത് 2023 മെയിൻസ് പരീക്ഷ നടന്നു. അതായത് ഡിസംബർ മാസം 2022 മെയിൻസ് പരീക്ഷ നടന്നു. ആ മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് ആണ് ഈ 43.67. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് പ്രിലിംസ് പരീക്ഷയ്ക്ക് 47+ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിനകത്ത് എൻ്റർ ചെയ്യാം. അതിനുശേഷം മെയിൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം. പ്രിലിംസ് പാസ്സായെങ്കിൽ മാത്രമേ മെയിൻസ് പരീക്ഷയ്ക്കകത്തൊക്കെ ഡിഗ്രി ലെവൽസ് എക്സാംസിന് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി ഡിസംബർ മാസത്തിലായിരുന്നു മെയിൻസിന്റെ പരീക്ഷ. അതിന്റെ ലിസ്റ്റ് ഒരു 2 മന്ത്സ് കൊണ്ട് തന്നെ വന്നു. February 22 തന്നെ വന്നിട്ടുണ്ട്. സോ അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 4-ാം മാസത്തിലായിരുന്നു. ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് ആഫ്റ്റർ വെരിഫിക്കേഷൻ. അപ്പൊ അതിന് നമ്മൾക്ക് വേണ്ടിയിരുന്ന മാർക്ക് എത്ര ആയിരുന്നു, 43.67 മാർക്കായിരുന്നു വേണ്ടത്. അതായത് 47 മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ശേഷം അവര് പരീക്ഷ എഴുതി വീണ്ടും കിട്ടിയ മാർക്കാണ് 43.67 കട്ട് ഓഫ് വെച്ചിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ 43.67 വന്നിരിക്കുന്ന എത്ര ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 961 ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടത്. ബാക്കി സപ്ലിമെന്ററി ലിസ്റ്റിൽ പുറകെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാം, SC ST ഒക്കെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സോ നോക്കാം, കട്ട് ഓഫിനെ പറ്റിയിട്ട് ഏകദേശം 2022-23 കാലഘട്ടത്തിൽ നടന്ന പ്രിലിംസിന്റേതും മെയിൻസിന്റേതും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്ന് മുതലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് എന്നിട്ടുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി. എത്ര പേരും അതായത് മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത്, അതായത് മെയിൻ ലിസ്റ്റിനകത്ത് എത്ര പേര്, 961 പേര്. അതിനകത്ത് തന്നെ എന്തും വരുന്നുണ്ട്,
അല്ലാതെ OBC പോലെയുള്ള പല കാറ്റഗറീസും അവിടെ വരുന്നുണ്ട്. ഇനി അത് കൂടാതെ എന്ത് വിടും? സപ്ലിമെന്ററി ലിസ്റ്റും അവിടെ ഇടുന്നതാണ്. ഇനി ഇതുവരെയുള്ള എത്ര നിയമങ്ങൾ ടോട്ടൽ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 359 നിയമങ്ങളാണ് ഇതുവരെ ടോട്ടൽ വന്നിരിക്കുന്നത്. 359 നിയമനങ്ങൾ. അപ്പൊ അതിനകത്ത് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത് 247 ആണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത് 247. EWS എടുക്കുന്ന സമയത്ത് 277, ഈഴവ 252 വന്നിരിക്കുന്നത്. SC സപ്ലിമെന്ററി ലിസ്റ്റിൽ 18 വന്നിട്ടുണ്ട്. ST കാത്താണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 7ാമത്താണ് വന്നിരിക്കുന്നത്. മുസ്ലിംസ് 379 വന്ന് നിൽക്കുന്നത്. അതായത് അവരുടെ റാങ്ക് നമ്പർ ആണ് പറയുന്നത്. ഇനിയും 688 LCയുടെ വന്നിരിക്കുന്നത്. OBC 243. വിത്തിൻ OC തന്നെയാണ് ആരും ഉൾപ്പെട്ടിരിക്കുന്നത്. OBC എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ 243ാമത്തെ റാങ്ക് വരെയാണ് OBC. ഓരോ പിന്നെ കാറ്റഗറിയും അതിന്റെ കറസ്പോണ്ടിങ് ഏത് നമ്പറിലാണ് വന്ന് നിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ. പിന്നെ ധീവര 444. അപ്പൊ എങ്ങനെയായാലും ഓപ്പൺ ലിസ്റ്റിൽ എത്ര വന്നിരിക്കുന്നു, അതായത് ഓപ്പൺ ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ 247, ടോട്ടൽ ഈ പറഞ്ഞിരിക്കുന്ന സപ്ലിമെന്ററി എല്ലാം കൂടെ എടുത്തിരിക്കുന്നത് എല്ലാം കൂടെ ചേർത്തിട്ട് 359 പേരെയാണ് ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞ കാര്യം? അപ്പം നമ്മൾക്ക് ആലോചിക്കുക, 961 പേരാണ് മെയിൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് 247 ഓപ്പൺ മെറിറ്റ് വരെ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് 5/8/2024. ഞാൻ ഇന്നലെയാണ് ഇതിന്റെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. സോ 5/8/2024 ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പം അതായത് ഇനിയും 1.5 വർഷം കൂടി ഇതിന്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് ഇച്ചിരി റിസ്ക് എടുക്കാൻ പറ്റണോ? അതോ നല്ല ഒരു സ്റ്റാറ്റസ് ഉള്ള പോസ്റ്റ് ഇടും? അതായത് പല ഉദ്യോഗാർത്ഥികളെയും സംബന്ധിച്ചിട്ട് എക്സാം കയ്യിൽ നിൽക്കും. അതായത് LDC എക്സാംസ് ചിലപ്പോൾ ഫ്ലോപ്പ് ആയി കാണും. അങ്ങനെയുള്ളവർ ഇത്രയും പഠിച്ചിട്ട് വന്നതാണ്. അപ്പൊ അത്യാവശ്യം നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് നിങ്ങൾ അതായത് കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഇതിനെ വേണ്ടിയിട്ട് പ്രിലിംസ് പഠിക്കുക. പ്രിലിംസിന്റെ സിലബസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ജസ്റ്റ് വീഡിയോയുടെ ഒക്കെ വന്നതുപോലെ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് 50 മാർക്സ് ആണ് വരുന്നത്. 50 മാർക്സിനകത്ത് 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മാത്സ്, 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മാത്സ്, 10 മാർക്ക് മലയാളം. ഈ ഒരു ഏരിയാസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം. അതുകൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾക്ക് വരുന്നുണ്ട്. സയൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഇവിടെ ഇല്ല, പക്ഷെ മെയിൻസ് വരുമ്പോൾ സയൻസ് വരുന്നുണ്ട്. പിന്നെ എന്താണ് ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, ഇതെല്ലാം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കേണ്ടത് LDയുടെ ലെവലിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ 100% ഇതിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരിക്കലും LD പ്രിപ്പയർ ചെയ്യുന്നത് പോലെ അല്ല ഏത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതിന് കൃത്യമായിട്ട് +1 +2ന്റെ ടെക്സ്റ്റ് നിങ്ങൾ ഓറിയന്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന കാലയളവിൽ ഒരു PSC 25ഓളം ചോദ്യങ്ങൾ പ്രിലിംസിനും മെയിൻസിനുമായിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ ഒരുപോലെ പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസും മെയിൻസും നിങ്ങൾക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രിലിംസും മെയിൻസും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. ലാസ്റ്റ് ടൈം വരുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സെക്രട്ടേറിയറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ നിയമങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സബ്ജക്ട് ഓറിയന്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മാർക്ക് 10 മാർക്കിനോ വല്ലതും വരാവുന്നതാണ്. അപ്പൊ അത് മാത്രം നിങ്ങൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. ഇപ്പം പ്രിലിംസിനും മെയിൻസിനും നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒരുപോലെ പ്രിപ്പയർ ചെയ്ത് പോകാം. പിന്നെ കൂടാതെ കറണ്ട് അഫയേഴ്സും, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഫോക്കസ് ഓൺ NCERT, അതായത് +1 +2 ടെക്സ്റ്റ് നിങ്ങൾ നന്നായിട്ട് ഓറിയന്റ് ചെയ്ത് പഠിക്കുകയും ഇംഗ്ലീഷും മാത്സും മലയാളവും കൃത്യമായിട്ട് പഠിക്കാതിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസും പാസ്സാവാൻ പറ്റും, മെയിൻസും ഒരുമിച്ച് പാസ്സാവാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏകദേശം ഒരു 200ഓളം വേക്കൻസി ഇനിയും വരുമെന്നിട്ടാണ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നവംബർ മാസത്തിൽ വരുമെന്നിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഓൾമോസ്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഇതിനകത്തോടെ നിങ്ങൾക്ക് തരാം. കാര്യം കൃത്യമായിട്ട് അതിന്റെ പാറ്റേണിൽ കൂടെ തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ 10th ലെവൽ പഠിക്കുന്നത് പോലെ ഒരിക്കലും പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ പ്രിലിംസ് പാസ്സാവുമായിരിക്കും, പക്ഷെ എന്ത് പാസ്സാവത്തില്ല, മെയിൻസ് പാസ്സാവത്തില്ല. ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുമല്ല, കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ പ്രിപ്പറേഷൻ പാളിക്കഴിഞ്ഞാൽ
നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവിടെ വീണു പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ കൃത്യമായിട്ട് അതിന് പറ്റുമോ എന്നിട്ടുള്ള കാര്യങ്ങൾ അതിന് പഠിക്കുക. നല്ല ടൈപ്പ് കണ്ടന്റ്സ് ആയിരിക്കും പഠിപ്പിക്കേണ്ടത്. അപ്പൊ ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുമോ, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മനസ്സിലായി? അല്ലാതെ പണ്ടത്തെ പോലെ ISCRT മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം PSC ക്വസ്റ്റിന്റെ സ്റ്റാൻഡേർഡ് LDC ലെവൽ തന്നെ നമ്മൾ പരീക്ഷ കൊണ്ടുവരുന്ന വെള്ളം കുടിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് ഡിഗ്രി ലെവൽ എക്സാംസ് ആ LDCയുടെ ഡബിൾ സാലറിയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള റിസ്ക് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% കിട്ടും. നിങ്ങൾക്കൊരു അർപ്പണ ബോധവും നിങ്ങൾക്ക് അത് വേണം എന്നിട്ടുള്ള ഒടുങ്ങാത്ത ആഗ്രഹവും ഒക്കെ ഉണ്ട് എങ്കിൽ 100% കിട്ടാവുന്നതേ ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ. അപ്പം നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഇതെനിക്ക് വേണോ, ഇതെനിക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 100% കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രിലിംസ് മാത്രം പാസ്സാക്കി ഇങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് കാര്യമില്ല. മെയിൻസ് കൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.